പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 4ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇവിടുന്ന് തുടങ്ങുന്നത്. ഗുട്ടലി ടുനക്ക് കെ ബോലി മേ നഹി മാൻതി അവർ ബാഹർ ചലി ഗയി. അപ്പോൾ ബഡി ബുവ പറഞ്ഞു, ഇത് നിന്റെ വീടല്ല, ഭർത്താവിൻ്റെ വീടാണ് നിന്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ ഗുട്ടലിക്ക് സങ്കടമായി. അവൾ പറഞ്ഞു, ഞാനിത് അംഗീകരിക്കില്ല. അവർ ബാഹർ ചലി ഗയി. പീച്ചേ സെ ബുവാക്കി ആവാസ് സുനായി ദി. അവളിങ്ങനെ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് ബഡി ബുവയുടെ ശബ്ദം കേൾക്കപ്പെട്ടു. ചൗദഹ് കി ഹോ ഗയി. പെണ്ണിന് 14 വയസ്സായി. അക്കൽ നഹി ആയി ചോരിക്കോ. എന്നിട്ടും ബുദ്ധി ഉദിച്ചിട്ടില്ല. അക്കൽ ബുദ്ധി. മാം ബോലി. അത് കേട്ട് അമ്മ പറഞ്ഞു, ബച്പനാ ഹേ ദീദി സമജ് ജായേഗി. കുട്ടിത്തം കാരണമാണ് ചേച്ചി. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി. സമജ് ജായേഗി മനസ്സിലാക്കിക്കൊള്ളും. മാം കോ ബുआ का साथ देता देख गुटली गुस्से के साथ उदास भी हो गई. അമ്മയും ബുവയുടെ കൂടെ കൂടുന്നത് കണ്ടിട്ട്, സാത്ത് ദേന കൂടെ കൂടുന്നത് കണ്ടിട്ട്, അതിനെ അംഗീകരിക്കുന്നത് കണ്ടിട്ട് ഗുട്ടലി ഗുസ്സെ കെ സാത്ത്, ഗുസ്സ ദേഷ്യത്തിന്റെ കൂടെ, ഉദാസ് ബി ഹോ ഗയി, ഉദാസ് ഹോന ദുഃഖി ഹോന. അവർ സീട്ടി ഓംബർ, സീട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്, വീട്ടിന്റെ മുറ്റത്തുനിന്ന് താഴേക്ക് ഇറക്കുന്ന സ്റ്റെപ്പിൽ ബൈറ്റ് ഗയി പോയിരുന്നു. എന്നിട്ട് സോച്ചത്തി രഹി ആലോചിച്ചു, ക്യാ യഹ് ഗർ ഉസ്കാ നഹീം, ഈ വീട് അവളുടേതല്ലേ. ക്യാ ഉസ്കെ ആം കി കൈരിയാം വഹ് കഭീ നഹി ഖാ പായേഗി. അവളുടെ വീട്ടുമുറ്റത്തുണ്ടായ ആം കി കൈരിയാം കണ്ണിമാങ്ങകൾ, വഹ് കഭീ നഹി ഖാ പായേഗി അവൾക്ക് ഇനി ഒരിക്കലും തിന്നാൻ കഴിയില്ലേ. ഖാ പാന തിന്നാൻ കഴിയുക. ഉസ്കാ കുത്ത അവളുടെ നായ, അവൾ പോറ്റി വളർത്തുന്ന നായ, നാനു ഭി നാനുവും, ഉസ്കാ നഹീം അവളുടേതല്ലേ. ബഗീച്ചമേ, ബഗീച്ച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഉസ്കി ബനായി കി ആരിയാം അവൾ ഉണ്ടാക്കിയ തടങ്ങൾ ഉണ്ടാക്കി ചെടികൾ നട്ട് സുന്ദരമായ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. മച്ചലിയോ കേലിയെ താലാബ് മത്സ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ താലാബ് കുളം. ക്യാ വേബി ഉസ്കെ നഹീം അതൊന്നും അവളുടേതല്ലേ. ഇത്തനേമേ മാം ഉസേ ടൂണ്ട്തി വഹി മാ പഹുഞ്ചി. ഇത്രയും ആലോചിച്ചപ്പോഴേക്കും ഉസേ ഉസ്കോ അവളെ, ടൂണ്ട്തി പരതിയിട്ട്, ഖോജ്തി വഹീം അവിടെ ആര് വന്നു, മാം അമ്മ വന്നു. ഗുട്ടലി കോ ഉദാസ് ദേഖ് ഗുട്ടലിയെ ദുഃഖിതയായി കണ്ടിട്ട് ഉസേ ഗലേ ലഗാക്കർ ബോലി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ബേട്ടാ മകനെ എന്ന് പറഞ്ഞ ഇവിടെ മകളെ, ബുവാക്കി ബാത്ത് കാ ബുരാ മത്ത് മാൻ. ബുവ അപ്പച്ചി അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരി പറഞ്ഞ കാര്യങ്ങൾ, ബഡി ബുവ പറഞ്ഞ കാര്യങ്ങൾ ബുരാ മത്ത് മാൻ തെറ്റാണ്, മോശമാണെന്ന് കരുതരുത്. അവർ ജോ കൽ ഹോനാ ഹേ നാളെ സംഭവിക്കാൻ പോകുന്നത് ആലോചിച്ച്, ആജ് ക്യൂം പരേശാൻ ഹോന ഇന്ന് എന്തിനാണ് നീ വിഷമിക്കുന്നത്. പരേശാൻ വിഷമം, ക്യൂം എന്ന് പറഞ്ഞാൽ ക്യൂം. ഏ ദിൻ ഫിർ ലൗട്ട് കെ നഹി ആനെ വാലി ഹേ. ഈ ദിവസങ്ങൾ, അതായത് ബച്പൻ കെ ദിൻ, ഫിർ പിന്നീട്, ലൗട്ട് കെ നഹി ആനെ വാലേ ഹേ മടങ്ങി വരില്ല, പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല. ഇനേം ജി ഭർ കെ ജീലേ, ജി ഭർ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കൂ, കുട്ടിക്കാലത്ത് സന്തോഷത്തോടെ ജീവിക്കൂ. മാം കി ബാത്തോം സേ ഗുട്ടലി ഔർ ബി ഹതാശ് ഹോ ഗയി. അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഗുട്ടലിക്ക് കൂടുതൽ നിരാശയായി. ലഗാ ജൈസെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തോന്നി, ലഗാ തോന്നി, പൈറോങ്കെ നീച്ചേ സേ കാലുകളുടെ അടിയിൽ നിന്ന് ജമീൻ നിലം, ഖീഞ്ചലി ഗയി ഹോ ഖീഞ്ചലേന വലിച്ചെടുത്തതുപോലെ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിയിലുള്ള ഭൂമി വഴുതി മാറുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ബോധക്കേട് വരുന്നത് പോലെ തോന്നി. ഉസേ യാദ് ആയ അവൾക്ക് ഓർമ്മ വന്നു, പിച്ചലേ സാൽ കഴിഞ്ഞ വർഷം, ദീദി കി ഷാദിമേ ചേച്ചിയുടെ കല്യാണത്തിന്, സബ് കിത്തനെ ഖുഷ് ദേ എല്ലാവരും എത്രമാത്രം സന്തോഷവാന്മാരായിരുന്നു. ഘർ മേഹമാനോം സേ ഭരാദ മേഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സാരേ ചച്ചേരെ മമ്മേരെ ഭായി ബഹൻ ആയേ ഹുയേദേ എല്ലാ ബന്ധുക്കളും, ചച്ചേരെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന്, മമ്മേരെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള ബന്ധുക്കളും വന്നിരുന്നു. പിന്നെയോ ഭായി ബഹൻ സഹോദരി സഹോദരന്മാർ. ഗുട്ടലി ഭി കിത്തനി ഖുശ്ദി ഗുട്ടലിക്കും വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. കോയി രോക്ക് ടോക്ക് നഹീം ഒരു തടസ്സവുമില്ല. ബസ് ഫുൾ മസ്തി ഫുൾ സന്തോഷം. ഇസി ബീച്ച് ഷാദിക്ക് കാട് ചപ്കെ ആയെ ഇതിനിടക്കാണ് കല്യാണക്കത്ത്, ചേച്ചിയുടെ കല്യാണക്കത്ത് അച്ചടിച്ച് വന്നത്. പക്ഷെ എന്തായി, അതിൻ്റെ അകത്ത് ഗുട്ടലിയുടെ പേരുണ്ടായിരുന്നില്ല. അപ്പോൾ ബല്യച്ഛനാണ്
തറവാട്ടിലെ കാരണവർ ബെല്ലച്ചനോട് ചോദിച്ചപ്പോൾ ബെല്ലച്ചൻ പറഞ്ഞു പെൺകുട്ടികളെ പേര് കല്യാണക്കത്തിൽ അച്ചടിക്കാറില്ല എന്ന് പറഞ്ഞു. സമജ്ജന മനസ്സിലാക്കുക, ടുനക്ക് കെ ബോൽന ചിണുങ്ങി പറയുക, ബച്പന കുട്ടിത്തം, സാത്ത് ദേന അനുകൂലിക്കുക, സീട്ടിയാം ഗോവണിപ്പടികൾ, ആംകി കൈരിയാം കണ്ണിമാങ്ങകൾ, ഖാപ്പാന തിന്നാൻ കഴിയുക, ബഗീച്ച പൂന്തോട്ടം, ഉസ്കി ബനായി അവളുണ്ടാക്കിയ, ക്യാരിയാം തടങ്ങൾ പൂന്തോട്ടത്തിലെ തടങ്ങൾ, മച്ചലി മത്സ്യം, താലാബ് കുളം, ഗലേലഗാന കെട്ടിപ്പിടിക്കുക, പരേശാൻ ഹോന വിഷമിക്കുക, ചേതാവനി മുന്നറിയിപ്പ്. നമ്മൾ 10 ചോദ്യമാണ് നേരത്തെ നോക്കിയത്. അടുത്തത് यहाँ बड़ी बुआ गुटली को क्या समझाने की 11 लगा जैसे उसके पैरों के नीचे से जमीन खींच ली गई हो, गुटली को ऐसा क्यों लगता है? माम को बुआ का साथ देता गुटली गुस्से के साथ उदास भी हो गई. गुटली को अपना घर बहुत प्यारा था, लेकिन बड़ी बुआ अक्सर कहा करती है कि यही तुम्हारा घर नहीं है, यह तुम्हारा घर नहीं है, यह घर तो उसके लिए पराया है. बुआ के अनुसार ससुराल ही गुटली का असली घर है. घर के आम की कैरियाम, उसका प्यारा कुत्ता नानू, बगीचे की क्यारियाम, मछलियों का तालाब, सब कुछ वह अपना समझती थी. लेकिन बुआ बार बार समझाने की कोशिश करती है कि यह घर उसके लिए पराया है, लेकिन यह मानने को गुटली बिल्कुल तैयार नहीं थी. लेकिन माम भी बुआ के साथ मिलकर बोलने लगी तो गुटली को लगा जैसे उसके पैरों के नीचे से जमीन खींच ली गई हो. उसको बहुत बुरा लगा, वह बहुत निराश हुई. गुटली के बारे में बुआ की राय क्या है? बुआ की राय में 14 साल की उम्र होते हुए भी गुटली को अक्ल नहीं है, बुद्धि नहीं है, दिमाग नहीं है. इसके बारे में गुटली की मांग का जवाब क्या था? जीवन के सबसे सुंदर दिन बचपन के दिन है. गुटली में अब भी बचपना है, याद में बाद में वह सब कुछ समझ जाएगी. माम की चेतावनी क्या दी? चेतावनी എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. जीवन के सबसे सुंदर दिन बचपन के दिन है, ये दिन जी भर के जी ले, अले मस्ती और आनंद के दिन है, ये दिन फिर लौट के नहीं आने वाला है. उन्हें जी भर के जी ले. बचपन में बच्चों को हंसी खुशी से जीना है. बचपन के दिन कभी लौटने वाली नहीं है. बड़ी बुआ की नसीहतों से गुटली बहुत दुखी है. अपने विचारों को वह डायरी में लिखती है. गुटली की डायरी तैयार करें. डायरी तारीख दिन എഴുതണം. आज भी बड़ी बुआ का उपदेश मिला. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യമാണ്. क्या कहना? आज बताती है कि लड़कियां पराये घर की संपत्ति है, ससुराल ही लड़कियों का असली घर है. मैंने उनसे कहा कि यही तो है मेरा घर जहाँ माँ पैदा हुई. मेरी माँ भी बुआ के साथ है, इसलिए मुझे बड़ा दुख हुआ, साथ ही क्रोध भी. क्रोध എന്ന് പറഞ്ഞ गुस्सा. मैं सीटियों पर बैठ गई. क्या यह घर मेरा नहीं? क्या ये आम की कैरियां मैं कभी नहीं खा पाऊंगी? मेरी कुत्ता അല്ല കേട്ടോ, മേരാ കുത്ത എന്നുള്ളത് പുല്ലിങ്ങാണ്. मेरा कुत्ता नानू भी मेरा नहीं. बगीचे में मुझसे बनाई क्यारियां, मछलियों के लिए तालाब, क्या वे भी मेरे नहीं? उस समय मुझे ढूंढती माँ भी वहाँ आ गई. उन्होंने कहा कि जीवन के सबसे सुंदर दिन बचपन के दिन है, ये दिन मस्ती और आनंद के दिन है, ये दिन फिर लौट के नहीं आने वाला है. इन्हें जी भर के जी ले. बचपन में बच्चों को हंसी खुशी से जीना है. बचपन के दिन कभी लौटने वाला नहीं है, लेकिन मेरा दुख बढ़ रहा है. ഇനി ഇതേ ഡയറിയിലെ കാര്യങ്ങൾ തന്നെ ഒരു കത്താക്കിയിട്ട് ഒരു കൂട്ടുകാരിക്ക്, സഹേലി എന്ന് പറഞ്ഞ കൂട്ടുകാരിക്ക് കത്ത് എഴുതിയാലോ? പത്ര സ്ഥാനം എഴുതണം, താരീഖ് എഴുതണം. പിന്നെ പ്രിയ സഹേലി, തും കൈസി ഹോ? घर में सब कुशल है ना? सबको मेरा प्रणाम. आज भी बड़ी बुआ का उपदेश मिला. क्या कहना? आज बताती है कि लड़कियां पराये घर की संपत्ति है, ससुराल ही लड़कियों का असली घर है. मैंने उनसे कहा कि यही तो है मेरा घर जहाँ मैं पैदा हुई. मेरी माँ भी बुआ के साथ है, इसलिए मुझे बड़ा दुख हुआ, साथ ही क्रोध भी. मैं सीटियों पर बैठ गई. क्या यह घर मेरा नहीं? क्या ये आम की कैरियां मैं कभी नहीं खा पाऊंगी? मेरी कुत्ता. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തണം. മേരാ കുത്ത നാനു ഭി മേരാ നഹി.
बगीचे में मुझसे बनाई क्यारियां, मछलियों के लिए तालाब, क्या वे भी मेरे नहीं? उस समय मुझे ढूंढती माँ भी वहां आ गई। उन्होंने कहा कि जीवन के सबसे सुंदर दिन बचपन के दिन है। ये दिन मस्ती और आनंद के दिन है। ये दिन बचपन फिर कभी लौट के नहीं आने वाला है। इन्हें जी भर के जी ले। बचपन में बच्चों को हंसी खुशी से जीना है। बचपन के दिन कभी लौटने वाला नहीं है, लेकिन मेरा दुख बढ़ रहा है। इतना कहकर मैं यह पत्र समाप्त करती हूँ। तुम्हारी സഹേലി. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ സിഗ്നേച്ചർ, ഒപ്പ്, ഗുട്ടലി. പിന്നെ ഇവിടെ സേവാമ എന്ന് എഴുതിയിട്ട് സഹേലിൻ്റെ നാം പത്ത. ഇത്രയും കാര്യങ്ങളാണ് കത്തിൽ എഴുതേണ്ടത്.